ഹലോ മക്കളെ, 8th CBSEയുടെ ആനുവൽ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ പൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 9th CBSE ആണ്. 9th CBSEയിലേക്ക് കടക്കുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ചേഞ്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ അത്രമേൽ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അല്ലേ. സിലബസ് മാറുകയാണെന്നതിനേക്കാൾ ഉപരി ടെക്സ്റ്റ് ബുക്ക് മാറുകയാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് മാറുക എന്ന് പറയുമ്പോൾ ചാപ്റ്റേഴ്സ് മാറുക എന്നതല്ല, NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പാറ്റേൺ തന്നെ അടിമുടി മാറിയിട്ടാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുന്നത്. നിങ്ങൾക്ക് 8th CBSEയിലെ NCERT ടെക്സ്റ്റ് ബുക്ക്, പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ച മക്കൾക്ക് കൃത്യമായിട്ട് അറിയാൻ മതിയാകും. നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതിൽ നിന്ന് കാര്യമായിട്ടുള്ള മാറ്റം തന്നെയാണ് NCERT ടെക്സ്റ്റ് ബുക്കിന് വന്നിട്ടുള്ളത്. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫോർമാറ്റ് ഒക്കെ തന്നെ ഭീകരമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല, 9th CBSEയിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, നമുക്ക് മാത്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 15ഓളം ചാപ്റ്റേഴ്സ് ആണ് പുതിയ സിലബസിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. വൈഡാവുകയാണ് സിലബസ്. ഒരുപാട് നമുക്ക് പഠിക്കാൻ 9th CBSEയിലേക്ക് കടക്കുന്ന സമയത്ത് ഉണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ വെക്കണം. നമ്മൾ 8th CBSEയിൽ നമുക്ക് അത്ര കണ്ട് പഠിക്കാനില്ലായിരുന്നു. എന്നാൽ 9th വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കോണ്ടന്റ് പഠിക്കാനുണ്ട്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ സബ്ജക്ട്സിൻ്റെയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് പുതിയ സിലബസിൽ വരുന്ന മാറ്റങ്ങൾ. മാത്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 10th നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ 9th അവർ ആക്കിയിട്ടുണ്ട്. +1 പഠിക്കാനുള്ള ഒരു പോയിന്റും അതേപോലെ ഒരു എൻറ്റയർ ചാപ്റ്റർ മുഴുവനായിട്ട് അവർ 9th ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ +1 പഠിച്ചിട്ടുള്ള സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ഒരു എൻറ്റയർ ചാപ്റ്റർ മുഴുവനായിട്ട് അവർ 9th മാറ്റിയിട്ടുണ്ട്. 10th കുറേ ചാപ്റ്റേഴ്സ് അവർ 9th മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചേഞ്ചസ് അവിടെ നടക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങളെ ലൈഫിൽ ഇത്രയും കാലം പഠിച്ചു, അതായത് 8 കൊല്ലം പഠിച്ചു കഴിഞ്ഞു, 9ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുന്ന ഈ ഒരു മൊമെന്റിൽ, ഞാൻ KG1ഉം KG2ഉം കൺസിഡർ ചെയ്തിട്ടില്ല, 9ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുന്ന ഈ ഒരു മൊമെന്റിൽ, ഈ ഒരു അക്കാദമിക് ഇയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കുറവ് മാസം പഠിക്കാൻ കിട്ടുന്ന ഒരു അക്കാദമിക് ഇയർ ആണ്. നിങ്ങൾക്ക് 8th ആണെങ്കിൽ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 10 months അടുത്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയിട്ടുണ്ടാവും ഏകദേശം, അല്ലെങ്കിൽ ഒരു 9 months ഒക്കെ എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ 9th വരുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 7 months മാത്രമാണ് പഠിക്കാൻ കിട്ടുന്നത്. നമുക്ക് ഏകദേശം ഒരു ജൂൺ മാസം സ്കൂൾ തുറക്കുകയാണെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇതോടെ ഡിസംബർ മാസത്തോടുക എല്ലാ സ്കൂളുകളിലും അവർ പോർഷൻസ് ഫിനിഷ് ചെയ്യും. ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കായിട്ട് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും, ആനുവൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത് ജനുവരി ഒരു ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക് കൊണ്ടൊക്കെ അവർ ആനുവൽ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യും. നേരെ നിങ്ങൾക്ക് 10th ക്ലാസ് തുടങ്ങും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആനുവൽ എക്സാമിനേഷൻ 9th പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്? കാരണം അവർക്ക് അത്രയും നേരത്തെ 10th ക്ലാസ് തുടങ്ങിയിട്ട് 10th കോൺസെപ്റ്റ്സ് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചേഞ്ച് പല സ്കൂളുകളും 9th CBSEയിൽ നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും കാലം പഠിച്ചത് വളരെ കൂളായിട്ട് പഠിക്കുന്നു, കുറേ സമയമുണ്ട്, കുറേ മാസങ്ങളുണ്ട്. എന്നാൽ പെട്ടെന്ന് 9th വരുന്ന സമയത്ത് സിലബസ് ഓൾറെഡി മാറുകയാണ്, പഠിക്കാനുള്ള കൺസെപ്റ്റ്സ് ഓൾറെഡി ഭയങ്കര ഡെപ്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ കൂടെ പഠിക്കാനുള്ള സമയം 2-3 മാസമൊക്കെ ഷോർട്ട് ആവുകയാണ്. ഈ ഒരു ചേഞ്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. നിങ്ങൾ പറഞ്ഞതല്ല, പലരും, ഭൂരിഭാഗം പേരും, ഞാൻ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പലരും ഈ ഒരു ചേഞ്ച് അവർ ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. അപ്പോൾ ഈ ഒരു ചേഞ്ചിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് നിങ്ങളോട് സംസാരിക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ കൂട്ടി വെക്കരുത് പഠിക്കാനുള്ളത്. ആദ്യമേ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കൂടാ. നിങ്ങൾക്കറിയാം, സിലബസ് റിലീസ് ചെയ്തിട്ടുള്ളൂ ഇപ്പം അല്ലേ, ടെക്സ്റ്റ് ബുക്ക് റിലീസ് ചെയ്തിട്ടില്ല. ആ സിലബസ് റിലീസ് ചെയ്തതിൻ്റെ ബേസിൽ ആ സിലബസിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് ആയിട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കണ്ട് പഠിക്കാവുന്നതാണ്. സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലുകളിൽ നമ്മൾ ആ സിലബസിൻ്റെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ്സ് ഒക്കെ വീഡിയോസ് ആയിട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ബേസിക്കലി പറയാനുള്ളത്, ഈ ഒരു അക്കാദമിക് ഇയർ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അക്കാദമിക് ഇയർ തന്നെയാണ്. 10th നിങ്ങൾ 10th എത്തുമ്പോഴും ടെക്സ്റ്റ് ബുക്ക് മാറും. ആ ടെക്സ്റ്റ് ബുക്കിൻ്റെയും ബേസിക്സ് കിടക്കുന്നുണ്ടാവുക നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്ന 9th, കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ച 8th ആയിരിക്കും. അപ്പോൾ ഈ 2 കൊല്ലം, ഒരു കൊല്ലം കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന 9th അടക്കം നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ചാൽ മാത്രമേ 10th ഒരു പ്രോപ്പർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് സെറ്റായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫൗണ്ടേഷൻ സെറ്റ് ആയിട്ടില്ലെങ്കിൽ 10th എന്താ സംഭവിക്കുക എന്ന് ഞാൻ നിങ്ങളോട് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. സോ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. ഈ അക്കാദമിക് ഇയർ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യുക. അതിന് വേണ്ടിയിട്ട്
അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് റിലീസ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് 8th നിന്ന് 9th കടക്കുമ്പോൾ വേണ്ട ബേസിക്സും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മൾ നിഞ്ച ബാച്ചിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ കൂടെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്ലാന്, ബേസിക് പ്ലാൻ ചൂസ് ചെയ്യാതിരിക്കുക, മാക്സിമം ഇൻഫിനിറ്റി പ്ലാൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ചൂസ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാളേൺ മെറ്റീരിയലും മൈൻഡ് മാപ്പ് മെറ്റീരിയലും ഒക്കെ ആ ബാച്ചിൽ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഓരോ ക്ലാസ് കഴിയുമ്പോഴും 10 MCQs നിങ്ങൾക്ക് കിട്ടും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ചാപ്റ്റർ വൈസ് എക്സാംസ്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മൊഡ്യൂൾസ് കഴിയുമ്പോൾ മൊഡ്യൂൾ വൈസ് എക്സാംസ് ഉണ്ടാവും. നിങ്ങൾക്ക് ലാസ്റ്റ് ആനുവൽ എക്സാമിനേഷൻ്റെ മുന്നേ അത്യാവശ്യം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന റിവിഷൻ ക്ലാസ് ഉണ്ടാവും. അതോടൊപ്പം ആനുവൽ എക്സാമിനേഷൻ, പ്രാക്ടീസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സാമിനേഷൻസ് നിങ്ങൾക്ക് നിഞ്ച ബാച്ചിൽ ലഭിക്കുന്നതാണ്. അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് നിഞ്ച ബാച്ചിലുണ്ട്. അതിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്താണെന്നും മൈൻഡ് മാപ്പ് എന്താണെന്നൊക്കെയുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും അതിലെങ്ങനെയാണ് തിങ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നും മനസ്സിലാക്കാവുന്നതാണ്. സോ മക്കളെ, ഈ ഒരു അക്കാദമിക് ഇയർ നിഞ്ച ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കേണ്ടതാണ്. സോ മക്കളെ, ഈ ഒരു അക്കാദമിക് ഇയർ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്ത് ഗംഭീരമായിട്ട് പഠിച്ച് നമുക്ക് ഏറ്റവും മികച്ച മാർക്ക് എല്ലാ എക്സാമിനേഷനും, ആനുവൽ എക്സാമിനേഷനും മാത്രമല്ല, സ്കൂളിൽ നടക്കുന്ന എല്ലാ എക്സാമിനേഷനും, ചാപ്റ്റർ വൈസ് എക്സാം ആയിക്കോട്ടെ, മൊഡ്യൂൾ വൈസ് എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, എല്ലാ എക്സാമിനേഷനും ഏറ്റവും മികച്ച സ്കോറിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരേണ്ടതാണ്. സോ ഓൾ ദി ബെസ്റ്റ്.